നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിൽ വൻ അട്ടിമറി എന്ന് കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ രാജ്യത്തെ യുവതിയുവാക്കളുടെ ഭാവി അട്ടിമറിക്കുകയാണെന്ന ആരോപണം. നീറ്റ് ഫലം പ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ 67 പേർക്ക് 1ാം റാങ്ക് ലഭിച്ചതും ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതും അട്ടിമറിക്ക് തെളിവ്. പരീക്ഷ വീണ്ടും നടത്തണമെന്ന വിദ്യാർത്ഥികൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി. വിവാദത്തിൽ ഒരടിസ്ഥാനവുമില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. രാജസ്ഥാനിൽ 2 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ചേലക്കര ഉപതിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ ചൊല്ലി സൂചനകൾ പുറത്ത്. രമ്യ ഹരിദാസ് UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പ്. ഇടതു സ്ഥാനാർത്ഥിയായി പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാനും മുൻ MLA-യുമായ UR പ്രദീപ് രംഗത്തിറങ്ങുമെന്ന് സൂചന. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രമ്യ ചേലക്കരയിൽ രാധാകൃഷ്ണന് പിന്നിലായത് 5173 വോട്ടുകൾക്ക് മാത്രം. മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർക്ക് സസ്പെൻഷൻ. വനിതാ ഹൗസ് സർജനോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം. ഡോക്ടർ TJ പോളിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഹൗസ് സർജൻ അസോസിയേഷന്റെ പരാതിയിലാണ് നടപടി. തൃശൂർ DCC പ്രസിഡന്റിനെ നീക്കം ചെയ്യാൻ KPCC തീരുമാനമെടുത്തിരുന്നതായി പ്രസിഡന്റ് K. സുധാകരൻ. നടക്കാതെ പോയത് ചിലരുടെ ദുർവാശി മൂലം. മുരളീധരന്റെ അതൃപ്തിക്ക് പരിഹാരം കാണും. തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നു. പോസ്റ്റർ പോരിന് പുറകെ വീണ്ടും പരസ്യ പ്രതിഷേധം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നാട്ടിക സ്വദേശിയുടെ ഒറ്റയാൾ സമരം. K. മുരളീധരനെ നേതാക്കൾ കുരുതി കൊടുത്തതായും ആരോപണം. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, TN പ്രതാപൻ എന്നിവർ രാജിവെക്കണമെന്നും ആവശ്യം. ഒളരിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് വൻ മോഷണം. 17 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വീടിന് പുറകിലെ ഇരുമ്പ് വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ. തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മദർ ആശുപത്രിയിലെ ഗ്യാസ്ട്രോ സർജൻ K. കുരുവിളയുടെ വീട്ടിലാണ് കവർച്ച. CCTV നശിപ്പിച്ച നിലയിൽ. സിനിമയാണ് തനിക്ക് പ്രധാനമെന്ന് നിയുക്ത തൃശൂർ MP സുരേഷ് ഗോപി. കേന്ദ്രം ആവശ്യപ്പെട്ടാൽ മന്ത്രിയാകുമെന്നും വെളിപ്പെടുത്തൽ. എല്ലാം നേതാക്കൾ തീരുമാനിക്കട്ടെ എന്നും നിയുക്ത MP. തൃശൂർ പൂരം നടത്തിപ്പിൽ മാറ്റം കൊണ്ടുവരും. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടരുമെന്നും പ്രഖ്യാപനം. കേരളത്തിന് വേണ്ടി മാത്രമല്ല തമിഴ്നാടിന് വേണ്ടിയുള്ള MP-ആയും പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി. എടത്തിരുത്തി പൈനൂർ കനോലി കനാലിൽ അഴുകിയ നിലയിൽ യുവാവിന്റെ മൃതദേഹം. താന്യം അഴിമാവ് സ്വദേശി പേരാത്ത് വീട്ടിൽ 35-കാരൻ ദ്രാലിഷാണ് മരിച്ചത്. 2 ദിവസമായി കാണാതായ യുവാവിന്റെ മൃതദേഹമാണ് പുഴയിൽ നിന്നും കണ്ടെടുത്തത്. കയ്പമംഗലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. നമ്മുടെ കുട്ടി നമ്മുടെ അംഗനവാടി സന്ദേശം. ആവേശാഹ്ലാദത്തിന്റെ വർണ്ണക്കുട ചൂടി അംഗനവാടികളിൽ പ്രവേശനോത്സവം. ആദ്യാക്ഷരത്തിന്റെ മധുരം നുകരാൻ 100 കണക്കിന് കുട്ടികൾ അംഗനവാടിയിലെത്തി. വേനൽ മഴയെ തുടർന്ന് മാറ്റിവെച്ച പ്രവേശനോത്സവം കുട്ടിക്കൂട്ടത്തിന്റെ ആരവത്തിൽ മുങ്ങി. കഥയും പാട്ടും കളികളുമായി ചിരിക്കിലുക്കം. വിപ്ലവ പോരാട്ടത്തിലൂടെ ഇതിഹാസത്തിന്റെ ചരിത്രം രചിച്ച KS ശങ്കരൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിന്റെ മുന്നണി പോരാളിക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. കൊടിയ മർദ്ദനങ്ങൾക്കിരയായ ശങ്കരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാകെ ആവേശ വിപ്ലവ നക്ഷത്രം. അടിച്ചമർത്തപ്പെട്ടവന്റെ ജിഹ്വയായ ശങ്കരന്റെ ജീവിതം നവതലമുറയ്ക്ക് തുറന്ന പാഠപുസ്തകം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ 13-ന് നവനാൾ ആചരണത്തിന് തുടക്കം. ഭക്തി നിറ ലഹരിയിൽ കൊടിയേറ്റം. തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ കൊടിയേറ്റം നിർവഹിച്ചു. തൃശൂരിലടക്കം സംസ്ഥാനമൊട്ടുക്ക് BJP നേടിയ മുന്നേറ്റം. K. സുരേന്ദ്രന്റെ നേതൃപാടവത്തിന് തെളിവെന്ന BJP ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റ്. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ മുഖ്യപങ്ക് സുരേന്ദ്രനെന്നും അവകാശവാദം. തനിക്കറിയില്ലെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രിയാകാൻ സാധ്യത.